10 മിനിറ്റ് മുമ്പ് വരെ ഈ ഒരു ടോപ്പിക്ക് ഈ ചാനലിൽ ചെയ്യണോ എന്നുള്ളതിന്റെ ഡിസ്കഷനിലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഈ ടോപ്പിക്കിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ കാര്യമൊന്നുമില്ല, കാരണം ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൈബർ ക്രൈം ആയിട്ടാണ് ഈ ഒരു സംഭവത്തെ US ഗവൺമെന്റ് കാണുന്നത്. അതും ഈ കുറ്റം ചെയ്തിരിക്കുന്നത് UFO എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ പുറകെ പോയപ്പോഴാണ്. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ ഈ സംഭവം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊരു കഥയായിട്ട് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നടക്കുന്നത് ഏകദേശം ഒരു 23 വർഷങ്ങൾക്ക് മുന്നെയാണ്, അതായത് 2002-ലാണ്. ആ കാലത്ത് ഏറ്റവും കൂടുതൽ സെക്യൂർഡ് ആയിട്ടുള്ള സൈബർ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത് നാസ ഉണ്ടാവും, പെന്റഗൺ ഉണ്ടാവും, US മിലിറ്ററി ഉണ്ടാവും, അങ്ങനെയുള്ള ഒരുപാട് നെറ്റ്വർക്ക്സ് ആണ്. ഇതെല്ലാം ഒരു ഗവൺമെന്റ് തലത്തിലുള്ള സൈബർ സെക്യൂരിറ്റി സിസ്റ്റംസ് ആയിട്ട് പോലും ആ കാലത്ത് ഒരാൾക്ക് ഇതെല്ലാം ഹാക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഹാക്കിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വളരെയധികം ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും തോന്നുക. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഒരു പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും ലാഘവമായിട്ടുള്ള ഒരു ഹാക്കിംഗ് ആയിരുന്നു. അതും ഇവിടെ ഹാക്ക് ചെയ്തിരിക്കുന്നത് ഈ ലോകത്തിലത്തെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സൈബർ സെക്യൂരിറ്റി സിസ്റ്റംസിനെ ആയിരുന്നു. അതും ഈ ഹാക്കിംഗ് എല്ലാം നടത്തിയത് ലണ്ടനിലത്തെ ഒരു ചെറിയ മുറിയിൽ വെച്ചിട്ടാണ്. നാസയിലെ, പെന്റഗണിലെ, US നേവിയുടെ എല്ലാം ഹൈ റാങ്കിങ് ഒഫീഷ്യൽസിന് മാത്രം ആക്സസ് ഉള്ള സിസ്റ്റത്തിനെയാണ് ഇദ്ദേഹം ഹാക്ക് ചെയ്തത്. ഇദ്ദേഹം ഈ ഹാക്കിംഗ് എല്ലാം ചെയ്തത് പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരു കാര്യത്തിനല്ല. ഇദ്ദേഹം ഈ ഹാക്കൊക്കെ ചെയ്തത് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ക്യൂരിയോസിറ്റി ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വർഷങ്ങളായി നമുക്കിടയിൽ പറഞ്ഞു നടക്കുന്ന ഒരു റൂമറാണ് US ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പല കാര്യങ്ങളും ജനറൽ പബ്ലിക്കിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന്, അതായത് ഇങ്ങനെ ഒളിച്ചു വയ്ക്കുന്നുണ്ടെന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് UFO എന്ന് പറയുന്ന ഒരു ഫിനോമിനും ഫ്രീ എനർജി എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കും അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ ജനറൽ പബ്ലിക് അറിയാണ്ട് ഗവൺമെന്റ് ഒളിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ, ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ശരിക്കും ഇദ്ദേഹത്തെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലൊക്കെ പ്രലോഭിപ്പിച്ചത്. ആ കാലത്ത് ഇദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഓൺലൈൻ ഗെയിമുകളും വായ നോക്കാനും നടന്നപ്പോൾ ഇദ്ദേഹം ഒരുപാട് IP അഡ്രസ്സുകൾ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൂടെ ഈ പറയുന്ന സെക്യൂർഡ് ആയിട്ടുള്ള സെർവേഴ്സിലേക്ക് ആക്സസ് കിട്ടുന്നുണ്ടോ എന്നായിരുന്നു ഇദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത്. ഒരു എക്സാമ്പിളോടെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും വാതിലുകൾ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടോ, അതായത് ലോക്ക് ചെയ്യാണ്ട് തുറന്നു കിടക്കുകയാണോ എന്നാണ് ഇദ്ദേഹം നോക്കിയത്. അപ്പോൾ ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ റൂമിലേക്ക് കയറാനും പറ്റും, അതിൻ്റെ അകത്തുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇദ്ദേഹത്തിന്റെ ആ റൂമിൽ ഇരുന്നുകൊണ്ട് ഓൺലൈൻ വഴി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് 2002 കാലഘട്ടമായതുകൊണ്ട് തന്നെ ആ സമയത്തെ ഓൺലൈൻ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വീക്കായിരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള സ്മാർട്ട് ഫോണിന്റെ അകത്ത് വരെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്, അതായത് ഒരു ഫിംഗർ പ്രിന്റോ ഒരു പാസ്വേഡ് ലോക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കും. പക്ഷെ ആ കാലത്തെ മിലിറ്ററി ഓഫീസേഴ്സിന്റെ അകത്ത് ഇരിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം, ഓൺലൈൻ സെർവേഴ്സ് ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ അകത്ത് ജസ്റ്റ് ഓപ്പൺ ആയിരിക്കും, അതായത് പാസ്വേഡ് പോലും ഉണ്ടാവാത്ത ഒരു അവസ്ഥയായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത്. അതായത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആ കാലത്ത് വളരെയധികം വീക്കായിട്ട് കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ഹാക്ക് ചെയ്യാന്ന് പറയുന്നത് ആ കാലത്ത് വളരെയധികം എളുപ്പമുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ച് തുറന്നെടുക്കുന്ന വാതിലുകളെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് പോയി. അങ്ങനെ അദ്ദേഹത്തിന് 1-2 വാതിലുകളൊക്കെ കണ്ടുപിടിക്കാനും പറ്റി. ഇവിടെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഹാക്കിങ്ങോ ഹോളിവുഡ് ലെവലിൽ കാണിക്കുന്ന രീതിയിലുള്ള ഹാക്കിംഗ് ഒന്നും നടന്നിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡോർ മുട്ടൽ മാത്രമായിരുന്നു നടന്നത്. ഇവിടെ ഡോർ മുട്ടുകയും ചെയ്തു, ഡോർ തുറക്കുകയും ചെയ്തു. ഒരു തരത്തിൽ ഒരു ഡിജിറ്റൽ ഡോർ നോക്കിംഗ് പോലെ ആയിപ്പോയി. അങ്ങനെ അദ്ദേഹം US ആർമിയുടെയും US നേവിയുടെയും US എയർഫോഴ്സിന്റെയും DOT സിസ്റ്റത്തിന്റെ അകത്തേക്ക് കയറിയാൻ പറ്റി. അതായത് അവിടെയുള്ള ഫയൽസ് മുഴുവനും അരിച്ചു പറക്കാനുള്ള ഒരു ചാൻസ് ഇദ്ദേഹത്തിന് കിട്ടി. അതായത് UFO എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് ഇവരുടെ കൈവശം ഉണ്ടായിരിക്കും എന്നാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഇദ്ദേഹം ഈ കമ്പ്യൂട്ടറിനകത്തുള്ള ഓരോ ഫോൾഡേഴ്സും ഓരോ ഫയൽസും വളരെ പയ്യെ ഇങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങി. അതായത് എന്തെങ്കിലും ഒരു അനോമലി ഇദ്ദേഹത്തിന് അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരുന്നു ഇദ്ദേഹം പയ്യെ തുടങ്ങിയത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു സംഭവം മോഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല കയറിയത്, അതായത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹത്തിന്റെ ആ ഒരു ക്യൂരിയോസിറ്റി എന്ന് വന്നിരിക്കുന്ന ആ ഒരു ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാനാണ് ഇദ്ദേഹം ഈ ഒരു സംഭവം ചെയ്തത്. അങ്ങനെ ഇദ്ദേഹം ഒരുപാട് ഫോൾഡറുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോണ്ട് ഒരു ഫോൾഡർ ഇങ്ങനെ കാണുന്നു. ആ ഫോൾഡറിന്റെ പേര് നാസ എന്ന് ഇട്ടിട്ടുണ്ട്. ഒരുപാട് നേരിട്ട് ഇദ്ദേഹം പല ഫയൽസും സെർച്ച് ചെയ്തിട്ടും ഇദ്ദേഹത്തിന് ഒന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ നാസ എന്നുള്ളൊരു ഫോൾഡർ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ വന്നു എന്നുള്ളത് ശരിയാണ്.
പക്ഷേ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത് ഇദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ഇദ്ദേഹം ആ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫോൾഡറിന്റെ അകത്താവട്ടെ ഒരു തരത്തിലുള്ള ഇമേജിന്റെ ആർക്കൈവ്സ് ആയിരുന്നു. അതായത് പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്യാത്ത ഒരുപാട് നാസയുടെ തന്നെ ഇമേജസ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം ക്യൂരിയോസിറ്റിയും വളരെയധികം എക്സൈറ്റ്മെന്റും തോന്നുകയും ഓരോരോ ഇമേജസ് ആയിട്ടും ഇദ്ദേഹം ഇങ്ങനെ എടുത്തു നോക്കുകയും ചെയ്തു. അതിൽ ഒട്ടുമിക്ക ഇമേജസിലായിക്കോട്ടെ പല ഭാഗങ്ങളും ഇങ്ങനെ എയർ ബ്രഷ് ചെയ്തിട്ടുണ്ട്. അതായത് പല ഭാഗങ്ങളും ഇങ്ങനെ ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഫോട്ടോഗ്രാഫ് എടുത്തു എന്ന് വിചാരിക്കാം. അതിൻ്റെ അകത്ത് ഒരാളുടെ മുഖം എനിക്ക് ബ്ലർ ചെയ്ത് കളയണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പിക്സൽ ബ്ലർ പോലത്തെ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരാളുടെ മുഖം ഞാനിങ്ങനെ ബ്ലർ ചെയ്ത് വെക്കും. ഇത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതുപോലത്തെ സംഭവം തന്നെയാണ് ഇവിടെ ഈ ഇമേജസിലും കണ്ടിരിക്കുന്നത്. അതായത് സ്പേസിന്റെ പല ഫോട്ടോസിലും പല പല ഭാഗത്തും ഇതേപോലെ ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഈ ഫോട്ടോസ് എല്ലാം സൂപ്പർ ഹൈ റെസൊല്യൂഷനുള്ള ഫോട്ടോസ് ആയിരുന്നു. ഇവിടെ എല്ലാ ഇമേജസും ഈ പറയുന്ന പോലെ ഓൾട്ടർ ചെയ്തിട്ടുള്ള ഇമേജസ് ആണെന്നല്ല പറയുന്നത്. ചില ഇമേജസ് ആയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇദ്ദേഹം ഓരോരോ ഇമേജസ് ആയിട്ട് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇമേജ് ഇദ്ദേഹം കാണുന്നു. ഇദ്ദേഹം എന്താണ് ഇത്ര കാലം അന്വേഷിച്ചത് അത് അദ്ദേഹത്തിന്റെ കൺമുന്നിലൂടെ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഒരു സാറ്റലൈറ്റ് അല്ലായിരുന്നു, ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒബ്ജക്റ്റും അല്ലായിരുന്നു. നാസ എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്ത് ഇദ്ദേഹം കണ്ട ഇമേജ് എന്താണെന്ന് ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി അനുസരിച്ച് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഒബ്ജക്റ്റിനെയാണ് ഇദ്ദേഹം അന്ന് കണ്ടത്. അതായത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു സിഗാർ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു അത്. യാതൊരു രീതിയിലുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റവും ഇദ്ദേഹത്തിന് ഈ ഒരു ഒബ്ജക്റ്റിൽ കാണാൻ കഴിയുന്നില്ല. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള യാതൊരു ക്വാളിറ്റിയും യാതൊരു ഫീച്ചറും ഈ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. ഇദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ആയതുകൊണ്ടും ഇത് 2002 ആയതുകൊണ്ടും ഈ ഇമേജസ് എല്ലാം ലോഡ് ആവുന്നത് ഇങ്ങനെ താഴേക്കായിരുന്നു. അതായത് ഇമേജ് മോളിൽ നിന്ന് ഇങ്ങനെ താഴേക്കായിരുന്നു ഇങ്ങനെ ലോഡായി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇദ്ദേഹം ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇമേജ്, അതായത് UFOയുടെ ആ ഒരു ഇമേജ് ഇദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഇമേജ് ഇങ്ങനെ ഇങ്ങനെ ലോഡായി വരികയായിരുന്നു. പക്ഷെ ആ ഇമേജിന്റെ മെയിൻ ഭാഗം ഇദ്ദേഹം കണ്ടത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സംഭവത്തിന്റെ കണക്ഷൻ ലോസ്റ്റ് ആവുന്നതും അദ്ദേഹത്തിന് ആ ഒരു കണക്ഷൻ ടെർമിനേറ്റ് ആയി പോകുന്നതും. അതായത് ഇദ്ദേഹം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സംഭവത്തിന് ഇവിടെ യാതൊരു എവിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കൺമുന്നിൽ നിന്ന് തന്നെ ഇദ്ദേഹം നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു ഇമേജ് വാനിഷ് ആയി പോവുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ആ ഒരു കമ്പ്യൂട്ടർ സെർവറുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല. അതായത് അദ്ദേഹം കയറി ചെന്ന ആ ഒരു വാതിന്റെ അകത്ത് നിന്ന് ഇദ്ദേഹത്തിന് പുറത്താക്കിയിട്ടില്ല. ഇദ്ദേഹം ആ റൂമിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വീണ്ടും ഒരുപാട് ഫയലുകൾ ഇങ്ങനെ തപ്പാൻ പറ്റി. അങ്ങനെയാണ് അദ്ദേഹം നോൺ ടെറസ്ട്രിയൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഒരു ഫയലും കാണുന്നത്. ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നാസ, US നേവി, US എയർഫോഴ്സ് എന്നൊക്കെ പറയുന്ന അവരുടെ സെർവറിൽ നിന്ന് കിട്ടുന്ന ഇമേജസും അവിടെ നിന്ന് കിട്ടുന്ന ഫയൽസിന്റെ പേരാണ് ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞത്. അതായത് നോൺ ടെറസ്ട്രിയൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഒരു ഫയൽ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഇത് വെറും ഒരു നെയിമിംഗ് ആയിക്കോട്ടെ, ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ. പക്ഷെ അദ്ദേഹം ആ ഒരു ഫയല് ഓപ്പൺ ചെയ്ത് നോക്കി. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴായിക്കോട്ടെ ഒരുപാട് ലിസ്റ്റുകൾ കണ്ടു. അത് ഒരുപാട് പേരുകളും ഒരുപാട് ഷിപ്പിന്റെ പേരുകളും ഒരുപാട് പോർട്ടിന്റെ പേരുകളൊക്കെയാണ് ഇങ്ങനെ അദ്ദേഹം കണ്ടത്. ഇദ്ദേഹം അത്യാവശ്യം ക്യൂരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും ഇതിനു മുമ്പും ഇദ്ദേഹം ഈ പറഞ്ഞ UFO എന്നൊക്കെ പറയുന്ന സംഭവത്തെ പറ്റി അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ഷിപ്പുകളുടെ പേര്, പോർട്ടുകളുടെ പേരൊക്കെ അത്യാവശ്യം ഫെമിലിയർ ആയിരുന്നു. പക്ഷെ ഇദ്ദേഹം ആ ഒരു ഫയലിനകത്ത് കണ്ടുവരുന്ന ആ ഒരു പോർട്ടുകളുടെ ഷിപ്പിന്റെ ഒക്കെ പേര് ഇദ്ദേഹം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി അനുസരിച്ച് ഇദ്ദേഹം പറയുന്നത് മിക്കവാറും ഇതെല്ലാം വളരെയധികം ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആയിരിക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം കണ്ട ഒരു ഇമേജ് മിക്കവാറും വളരെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്പേസ് മിഷൻ ആയിരിക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഭൂമിക്കപ്പുറം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് മിഷൻ ആയിട്ടാണ് ഇദ്ദേഹം ഇതിനെ കാണുന്നത്. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇവിടെ ഇദ്ദേഹം കണ്ട ആ ഒരു സംഭവത്തിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. ഇദ്ദേഹം കണ്ടത് ചിലപ്പോൾ മാറി കണ്ടതായിരിക്കാം, അതായത് മിസ്പ്ലേസ് ചെയ്ത് കണ്ടതായിരിക്കാം. അതുമാത്രമല്ല, ഈ പറഞ്ഞ നോൺ ടെറസ്ട്രിയൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ജസ്റ്റ് ഒരു നെയിമിങ്ങിന് കൊടുത്ത ഒരു ജസ്റ്റ് ഒരു ഫോൾഡറിന്റെ പേര് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫയലിന്റെ പേര് മാത്രമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രിട്ടിക്സ് വന്ന് പറയുന്നത്. അതായത് ഇത് ഫേക്ക് ആയിരിക്കാനുള്ള സാധ്യതയെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ക്യൂരിയോസിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു നെറ്റ്വർക്ക് കംപ്ലീറ്റ് കട്ടായി പോവുകയും അത് കട്ടാവാൻ കാരണം
ആർക്കൊക്കെയോ മനസ്സിലായി, അതായത് ഇവിടുത്തെ സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്തെന്നുള്ളതും ആരോ ഇവരുടെ സിസ്റ്റത്തിലേക്ക് ഹാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഇവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഹാക്കിംഗ് പരിപാടിയൊക്കെ അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്തു. പക്ഷെ ഇദ്ദേഹം ഇവിടെ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്താ വെച്ചാൽ, ഇദ്ദേഹം വളരെയധികം ഓപ്പൺ ആയിട്ടാണ് ഹാക്ക് ചെയ്തിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം ഹാക്ക് ചെയ്യാൻ ഉപയോഗിച്ച ആ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണ്, ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണ്. അത്രയധികം ലാഘവത്തോടെയാണ് ഇദ്ദേഹം ഈ ഒരു സംഭവം ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ വളരെ എളുപ്പത്തിൽ ഒരു ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെർവറിലേക്ക് കയറാൻ പറ്റിയത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാണ്ട് ഇദ്ദേഹം ഒരു മെസ്സേജും അവരുടെ ഒരു സെർവറിനകത്തേക്ക് കിട്ടായിരുന്നു. അതായത് നിങ്ങളുടെ സെക്യൂരിറ്റി സിസ്റ്റം വെറും വേസ്റ്റ് ആണ് എന്നുള്ളൊരു മെസ്സേജും അതിനകത്തിട്ടായിരുന്നു. ഇവിടെ ഹാക്കിംഗ് നടന്നു എന്നുള്ള ഒരു കാര്യം ഇവരെല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേലും കാണേണ്ടതെല്ലാം ഇദ്ദേഹം കണ്ടു കഴിഞ്ഞായിരുന്നു. അതിന്റെ ഒരു ആഫ്റ്റർ മാത്ത് എന്ന പോലെ US മിലിറ്ററിയുടെ ഡിജിറ്റൽ സിസ്റ്റംസ് എല്ലാം ടെമ്പററി ആയിട്ട് ഇങ്ങനെ ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നു. ഇദ്ദേഹം വളരെയധികം ലാഘവത്തോടെ ചെയ്ത ആ ഒരു ഹാക്കിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഡോറുമ മുട്ടി ഡോറ് തുറന്നു കൊടുത്തു ആ ഒരു അവസ്ഥേനെ ഈ ലോകത്തിലത്തെ ഏറ്റവും മികച്ച ഹാക്കിംഗ് ആയിട്ടാണ് ഇവരെല്ലാവരും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യം ഇദ്ദേഹം ഇത് തുടങ്ങിയപ്പോൾ വെറും ഒരു ക്യൂരിയോസിറ്റി തീർക്കാനുള്ള ഒരു അന്വേഷണം മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോ ഇത് ഒരു നാഷണൽ സെക്യൂരിറ്റിനെ എഫക്ട് ചെയ്യുന്ന വലിയൊരു വിഷയമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ 2002 ബ്രിട്ടീഷ് പോലീസ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതെല്ലാം നടത്തിയത് ലണ്ടനിലത്തെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് റൂമിൽ വെച്ചായതുകൊണ്ടും അതായത് UK വെച്ചായതുകൊണ്ടും ഈ കുറ്റകൃത്യം നടന്നത് US തന്നെ UK ഗവൺമെന്റിനോട് ഇദ്ദേഹത്തെ US കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. അതായത് US നിയമ നടപടികളെല്ലാം ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അതായത് ഇദ്ദേഹത്തിനെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ആവശ്യം US UK അടുത്ത് വന്ന് പറയുന്നത്. ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ പണി പാളി. ഞാനിപ്പോ സ്ക്രീനിൽ ഒരു എമൗണ്ട് എഴുതി കാണിക്കുക, കാരണം ഞാൻ അത്രയൊന്നും ഓർക്കുന്നില്ല. അപ്പോ അത്രയും വലിയ എമൗണ്ടിന്റെ ഡാമേജ് ഇദ്ദേഹം ഉണ്ടാക്കിയെന്നാണ് US ഗവൺമെന്റ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 70 വർഷത്തോളം ജയിലിൽ കിടക്കാവുന്ന കുറ്റകൃത്യം ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ അവസ്ഥ നിങ്ങൾക്കാണ് വന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? അതായത് നിങ്ങൾ തമാശയ്ക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റൽ തലത്തിലുള്ള ഫോൾഡറും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുകയും അത് ഒരു നാഷണൽ ലെവലായിക്കോട്ടെ ഒരു വലിയൊരു കുറ്റമായിട്ട് നിങ്ങളുടെ തലയിലേക്ക് ആരോപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അത് തന്നെയാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. ഇദ്ദേഹത്തിന് മെന്റൽ ഹെൽത്ത് തകർന്നു പോവുകയും ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ വരെ ഇങ്ങനെ എത്തി. ഇതെല്ലാം നടക്കുമ്പോഴും ഇദ്ദേഹം UK തന്നെയാണ് ഉള്ളത്, US ഇങ്ങനെ പോയിട്ടില്ല. അതായത് അവരിങ്ങനെ വിളിക്കുന്നത് പോലെ ഇദ്ദേഹം അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മെന്റൽ കണ്ടീഷൻ വെച്ച് ഇദ്ദേഹത്തിന്റെ ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം ഉറപ്പായിട്ടും അരുതാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും എന്നുള്ളൊരു കാര്യം ഇവർക്ക് എല്ലാവർക്കും ഉറപ്പാവുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആ ഒരു കാലത്തേക്ക് ഇങ്ങനെ നടന്നുപോയി. അപ്പോ ആ ഒരു പേരും പറഞ്ഞ, അതായത് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം എന്നുള്ള ഒരു പേരിൽ ഇദ്ദേഹത്തിന് ഒരുപാട് അധികം അഡ്വാൻറ്റേജസ് കിട്ടുകയും ഇദ്ദേഹം US പണിഷ്മെന്റിന് വേണ്ടി പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു തീരുമാനം ഒരു തരത്തിൽ US ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയധികം ഡാമേജ് ആണ് ഇദ്ദേഹം അവിടെ വരുത്തി വെച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബാറ്റിൽ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ അവസാനം ഏകദേശം ഒരു 10 വർഷം നീണ്ട ഒരു ബാറ്റിലിന് ശേഷം 2012 ആ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ആ ഒരു ഡിസിഷൻ, ആ ഒരു വിധി ഇങ്ങനെ പാസ്സാക്കുന്നത്. അതായത് ഇദ്ദേഹത്തിനെ US കൊണ്ടുപോകാനുള്ള ആവശ്യം UK ബ്ലോക്ക് ചെയ്യുന്നു, അതായത് റെഫ്യൂസ് ചെയ്യുന്നു. ഈ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കേസിന് ഇങ്ങനൊരു വിധി വിധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അതായത് ഇദ്ദേഹം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രീ മാനാണ് ഇദ്ദേഹം ഇപ്പോൾ. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ പലർക്കും ഉണ്ടാവാവുന്ന ഒരു സംശയം, ആ ഒരു ചോദ്യം ഇദ്ദേഹം നേരിട്ട് കണ്ട് അറിഞ്ഞ ഒരാളും കൂടിയാണ്. ഇവിടെ യാതൊരു രീതിയിലുള്ള ഫയൽസും റിലീസ് ചെയ്തിട്ടില്ല, ഇമേജസ് കൺഫേം ചെയ്തിട്ടില്ല, യാതൊരു രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തിയിട്ടില്ല, ഒരു ഡോക്യുമെന്റ് പോലും ഇതുവരെ വെരിഫൈ ചെയ്തിട്ടില്ല. അതായത് ഇവിടെ ഈ കഥ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഈ കഥ ഉത്ഭവിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിൽ നിന്നാണ്, ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിൽ നിന്നാണ്. ഇത് ഇത്രയും വലിയൊരു കേസ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ ഇദ്ദേഹം കള്ളം പറയുന്നതാണോ എന്നുള്ളൊരു കാര്യമെല്ലാം പല രീതിയിലും പല ആൾക്കാരുമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല, കാരണം ഇദ്ദേഹം സത്യമാണ് പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ അടുത്തൊരു ചോദ്യം ഇതാണ്, എന്താണ് അദ്ദേഹം വന്ന് അവിടെ കണ്ടത്? ഇത് വെറും ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ ആണ്. അതായത് വേറെ എന്തെങ്കിലും ഇത് ഇദ്ദേഹം കണ്ടിട്ട് അതിനൊരു UFO ആയിട്ട് ഇങ്ങനെ കരുതിയതാണ്. കാരണം ഇദ്ദേഹത്തിന് UFO എന്നൊക്കെ പറയുന്നത് ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ
ഇങ്ങനെ മാറിക്കണ്ടതാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. ആ കാലത്തെല്ലാം ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന് പ്രാന്താണ് എന്നടക്കം പറയുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പറക്കുന്നളി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ആ രീതിയിലാണ് നമുക്കിപ്പോ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ 2017 ഒഫീഷ്യലി UFO എന്ന് പറയുന്ന ഒരു സംഭവം റിയൽ ആണ്, അത് ശരിക്കുമുള്ള ഒരു സംഭവമാണെന്ന് ഗവൺമെന്റ് തലത്തിലെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് അവർ പബ്ലിക്കലി വന്നിങ്ങനെ പറയുകയാണ് UFO എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ ഒരു കെട്ടുകഥ മാത്രമല്ല, അത് ശരിക്കുമുള്ളൊരു സംഭവമാണെന്ന് പബ്ലിക്കലി ഗവൺമെന്റ് തന്നെ പുറത്തു വന്ന് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ കൈവശമുള്ള ശാസ്ത്രത്തിനും ഫിസിക്കൽ ലോസിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒബ്ജക്റ്റുകൾ നമ്മുടെ ഭൂമിയിലുണ്ട് എന്നുള്ളൊരു കാര്യം ഗവൺമെന്റ് തലത്തിൽ പുറത്തു വിട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് UFO എന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ പറയുന്ന പോലെ ഒരു തള്ളുകഥയല്ല. ഇങ്ങനെയുള്ള പല ഇൻസിഡൻസും നമ്മുടെ ലോകത്തിൽ നടന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൊച്ചി കേരളത്തിലുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയവും തമ്മിത്തല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. ഇങ്ങനെയുള്ള ലോകോത്തരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർ ചർച്ച കൂടി ചെയ്യാറില്ല. അതായത് UFO എന്നൊക്കെ പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു കെട്ടുകഥയായിട്ടാണ് ഇപ്പോഴും 2026 ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നത്. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യമാണ്, ഇത് ശരിക്കും ഡീബങ്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത്. അതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഗ്രേ മെക്കിനോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും ഈ പറഞ്ഞ സംഭവം ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരുപാട് ന്യൂസ് പേപ്പർ ഡീറ്റെയിൽസും ഒരുപാട് സംഭവം, അത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇദ്ദേഹം ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിന് ഇവിടെ യാതൊരു സംശയമില്ല. ഇദ്ദേഹം ഒരുപാട് ഫയൽസുകളെല്ലാം ആക്സസ് ചെയ്തിട്ടുണ്ടോ, അതും കൺഫേം ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇദ്ദേഹം ആ ഫയൽസ് എല്ലാം ആക്സസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഈ പറയുന്ന പോലെ 12 വർഷം, ഒരു 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു ലീഗൽ ബാറ്റിൽ നിന്നിട്ടുണ്ടോ, അതും കൺഫേം ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇദ്ദേഹം ആ ഒരു ലീഗൽ ബാറ്റിൽ നിന്നിട്ടുണ്ട്. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം, ഇദ്ദേഹം ഈ പറഞ്ഞ UFOനെ കണ്ടിട്ടുണ്ടോ, ആ ഒരു ഇമേജ് ഇദ്ദേഹം കണ്ടിട്ടുണ്ടോ? അത് ശരിക്കും ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിലൂടെ, ഇദ്ദേഹത്തിന്റെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ്. അതല്ലാണ്ട് ഈ ഒരു ഇമേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് പോട്ടെ, ഒരു ഫോട്ടോഗ്രാഫോ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് ഈ ഒരു സംഭവത്തെ കണ്ടത് ഇദ്ദേഹം മാത്രമാണ്, ജനറൽ പബ്ലിക്കലി ഇദ്ദേഹം മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഫയൽ പോലും ഇദ്ദേഹം സേവ് ചെയ്തിട്ടില്ല, ഒരു ഫോട്ടോ പോലും ഇദ്ദേഹം സേവ് ചെയ്തിട്ടില്ല. ഇദ്ദേഹം ജസ്റ്റ് ഇങ്ങനെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫോൾഡറും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക മാത്രമായിരുന്നു. ഇദ്ദേഹം വെറുതെ ഒരു സ്പെക്ടേറ്ററിനെ പോലെയാണ് ശരിക്കും ആ കമ്പ്യൂട്ടർ എല്ലാം ഇങ്ങനെ ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇവിടെ പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, സയൻസും നിയമവും പറയുന്നത് ഇവിടെ തെളിവില്ല എന്നുള്ളതാണ്. തെളിവില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇങ്ങനെയാണ് ഒട്ടുമിക്ക UFO കേസസും നടന്നുകൊണ്ടിരിക്കുന്നത്. തെളിവില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ അവരിങ്ങനെ പറയുന്നത്. ഈ കാലത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നുള്ളത് തന്നെ വളരെയധികം അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം നോൺ ടെറസ്ട്രിയൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഒരു പേര്, അത് വെറും ഒരു പേരാണ്, ജസ്റ്റ് ഒരു നെയിമിംഗ് മാത്രമാണ്. നമ്മളിപ്പോ ഒരു ഫോൾഡർ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കീബോർഡ് ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പേരൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കൂലേ, അതുപോലെ ജസ്റ്റ് ഒരു പേര് മാത്രമാണെന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അതിന് പ്രത്യേകിച്ച് എവിഡൻസസോ പ്രത്യേകിച്ച് ക്ലെയിംസോ അങ്ങനെ വേറെ ഒന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇദ്ദേഹം ഈ പറഞ്ഞ ഹാക്കിംഗ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഇദ്ദേഹത്തിന്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെയും ഇദ്ദേഹം അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം കൺഫേം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഡീബങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീബങ്ക് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഈ കേസ് അൺനോൺ ആണ്. ഇപ്പോഴും ഈ കേസ് ഒരു മിസ്റ്ററി തന്നെയാണ്. ഇവിടെ ഈ ഒരു സംഭവത്തെ കണ്ടിരിക്കുന്നത് ഇദ്ദേഹം മാത്രമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇദ്ദേഹത്തിന് ഇത്ര അധികം ചാർജും ഇത്ര അധികം കുറ്റങ്ങളൊക്കെ ഇങ്ങനെ ആരോപിച്ചപ്പോൾ ഇദ്ദേഹം ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ വന്നു ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് വളരെയധികം അൺറിലയബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു 10 വർഷം മുന്നേ നമ്മളൊരു സാധനം കണ്ടു എന്ന് വിചാരിക്കാം. ആ ഒരു സംഭവത്തെ ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണമെന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന മെന്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കണ്ടത് ഈ ഒരു സംഭവത്തിൽ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യത്തിനോടൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതെനിക്ക് മാത്രം തോന്നിയൊരു കാര്യമാണ്. അത് വേറൊരിടത്ത് ഞാൻ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ എനിക്ക് വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇദ്ദേഹം കണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, ഇദ്ദേഹം പറയുന്ന ആ ഒരു കാര്യങ്ങൾ തെറ്റാണ് എന്ന് ഒരാൾക്കും ഇതുവരെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് പോലും പലതരത്തിലും ആൾക്കാർ പല രീതിയിലും ഇതിനെ ഡീബങ്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും ഇതുവരെ ഈ ഒരു സംഭവത്തെ ഡീബങ്ക് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളൊന്ന് ആ സംഭവം നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യാനും നോക്കാം. ഇതുപോലുള്ള വളരെയധികം യുണീക്ക് ആയിട്ടുള്ളത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഇനി മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻസും ഈ ചാനൽ നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാം. കാരണം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ വളരെയധികം ബിസി ആയിരുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ടീം വളരെയധികം ബിസി ആയിരുന്നു. ഇനി മുതൽ നമ്മുടെ ഈ ഒരു ചാനൽ വളരെയധികം ഫോക്കസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് കമന്റുകളായിട്ടും ലൈക്കുകളായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.